ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ദോശേന്റെയും ഇഡലിന്റെയും കൂടെ കഴിക്കാൻ പറ്റിയ വ്യത്യസ്തങ്ങളായ 6 തരം ചട്നി റെസിപ്പീസ് ആണ്. അപ്പോൾ വീഡിയോ കാണാം. ബീട്രൂട്ട് ചട്നി ഉണ്ടാക്കാം. ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് നേർത്ത കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ബീട്രൂട്ട് കനം കുറച്ച് നേർത്ത കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 2 വറ്റൽമുളക് വറുത്തെടുക്കാം. ഞാനിപ്പോ 2 പിരിയൽ മുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിന് എരിവ് കുറവായിരിക്കും. എരിവ് വേണ്ടുന്നവർ സാധാ മുളകും കൂടി എടുക്കാം. ഇതിന്റെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 1 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് വീണ്ടും ഇളക്കി വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. വറുത്തെടുത്തത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് മുറിച്ചു വെച്ച ബീട്രൂട്ട് ഇട്ട് വഴറ്റാം. ഇതിൽ നേരത്തെ വറുക്കാൻ എടുത്തതിന്റെ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഇട്ട് വഴറ്റുന്നത്. എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് ഏകദേശം 1 മിനിറ്റ് വഴറ്റിയ ശേഷം അടച്ച് തീ കുറച്ച് 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പം അടച്ച് പോവാൻ വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇടയ്ക്ക് ഞാൻ തുറന്ന് 1-2 വട്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി എല്ലാം അരച്ചെടുക്കണം. ആദ്യം ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും മുളകും കൂടെ വറുത്തത് അരച്ചെടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇത് മാത്രം ആദ്യം അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീട്രൂട്ട് ചേർക്കാം. 1/4 കപ്പ് ഫ്രഷ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഒരു ചെറിയ ഉരുള പുളി പിഴിഞ്ഞ വെള്ളം ചേർക്കാം. പുളി വേണമെങ്കിൽ പിഴിഞ്ഞെടുക്കാതെ മുഴുവനോടെ ചേർക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള ചട്നിയാണ്. കുറച്ച് ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ അരച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഇത്ര കട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അത്ര കട്ടി വേണ്ട നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉണ്ടാക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇതിന് ചട്നിയിലേക്ക് ചേർക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ ബീട്രൂട്ട് ചട്നി റെഡിയാണ്. വെളുത്തുള്ളി ചട്നി ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ 7 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. 15 അല്ലി നാടൻ വെളുത്തുള്ളി തൊലി കളഞ്ഞ് 2ആയി മുറിച്ചെടുത്തിട്ടുണ്ട്. 4 പിരിയൽ മുളക് എടുത്തിട്ടുണ്ട്. എരിവ് അധികം വേണ്ടുന്നവർ ആവശ്യത്തിന് സാധാ മുളക് കൂടെ എടുക്കാം. ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കണം. അതിന് ഞാനിവിടെ അടുപ്പത്ത് ഒരു ചീഞ്ചട്ടി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ ചട്നിയാണ്. അതുകൊണ്ട് അതിന്റെ ശരിക്കും ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലെണ്ണ തന്നെ ചെയ്യണം. നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവര് നിങ്ങളെ വീട്ടിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ എടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതെല്ലാം കൂടെ ഈ എണ്ണയിലേക്ക് ഇടാം. ഇതിന് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഇപ്പം ഇത് വഴറ്റിയിട്ടായിട്ടുണ്ട്. ഉള്ളിയിലെയും വെളുത്തുള്ളിയിലെയും മുളകിൻ്റെ എല്ലാം കളർ മാറി നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇതിന് ചൂടാറുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയിലെ ഒരു ചെറിയ ജാറിലേക്ക് ഇടാം. ആദ്യം ഇത് വെള്ളം ചേർക്കാതെ ഇങ്ങനെ തന്നെ അരച്ചെടുക്കാം. ഇപ്പം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
പുളിവെള്ളം ചേർത്ത് അരക്കണം. ഇത് ഒരു ചെറിയ ഉരുള പുളി കുറച്ച് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇത് ചേർക്കുക. പുളി വേറെ തന്നെ ചേർത്ത് വെള്ളം ചേർത്ത് അരച്ചെടുത്താലും മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി അരച്ചെടുക്കാം. ഇതിപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കടുക് താളിക്കണം. ഞാനിവിടെ അടുപ്പത്ത് നേരത്തെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റി ചീഞ്ചട്ടി തന്നെ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കൂടെ നല്ലെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കായപ്പൊടി ചേർക്കാം. ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ഉടനെ തന്നെ നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത് ചേർക്കാം. കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ചേർക്കാം. ഇതിനി ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഞാനിപ്പോ നോക്കിയിട്ട് ഇതിന് ഉപ്പുണ്ട് ആവശ്യത്തിന്. ഇത് ഒരു 2 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പം ഇത് തിളക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഗാർലിക് ചട്നി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാംഗ്ലൂ സ്റ്റൈൽ തേങ്ങാ ചമ്മന്തി. മിക്സിയിലെ ഒരു ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു ചേർക്കാം. 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു ചേർക്കാം. എരിവിന് വേണ്ടുന്നത്ര പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. കുറച്ച് മല്ലിയില ചേർക്കാം. ഒരു 4-5 ഇല കറിവേപ്പില ചേർക്കാം. ഇത് കൈ കൊണ്ടൊന്ന് മുറിച്ച് ചേർക്കാം. ഒരു ചെറിയ ഉരുള പുളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടി വളരെ കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ തേങ്ങേന്റെ ലെവലിന്റെ ഒരു 1/4 ഭാഗം ലെവലിന് ഒഴിച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കാം. ചമ്മന്തി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോ ഈ കട്ടിക്ക് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എത്ര കട്ടി വേണ്ടത് നോക്കിയിട്ട് അതിന് കണക്കായിട്ട് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചിടണം. അതിന് അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടാം. 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. 1-2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കടുക് പൊട്ടിക്കാം. ഇപ്പോ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് ചമ്മന്തിയിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗ്ലൂ സ്റ്റൈൽ തേങ്ങാ ചമ്മന്തി റെഡിയാണ്. ഇത് ദോശേന്റെ കൂടെയും ഇഡലിന്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. പിന്നെ വടേന്റെ കൂടെയും ബജീസിന്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഒരു മുള്ളങ്കി ചട്നി ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു മുള്ളങ്കി എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് മുറിച്ചെടുക്കണം. മുള്ളങ്കി ചെറുതായി മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഒരു പാനില് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 2 വറ്റൽമുളക് ഇട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോ പിരിയൽ മുളകാണ് എടുത്തിട്ടുള്ളത്. എരിവ് അധികം വേണ്ടുന്നവര് സാധാ മുളക് കൂടി എടുക്കാം. ഇപ്പോ ഇത് വറുത്തിട്ടായിട്ടുണ്ട്. ഉഴുന്നുപരിപ്പിന്റെയും കടലപ്പരിപ്പിന്റെയും എല്ലാം കളർ മാറി നല്ല മണം വരുന്നുണ്ട്. അതാണ് പാകം. ഇതിനി തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി പാൻ വീണ്ടും ചൂടാക്കി 1 ടീസ്പൂൺ കൂടെ എണ്ണ ഒഴിച്ച് ഒരു 8 ചെറിയ ഉള്ളി മുറിച്ചതും 5 അല്ലി വെളുത്തുള്ളി മുറിച്ചതും മുള്ളങ്കി മുറിച്ചതും ഇട്ട് വഴറ്റാം.
ഇത് തീ കുറച്ച് ഏകദേശം ഒരു 2 മിനിറ്റ് വഴറ്റിയ ശേഷം ഈ മുള്ളങ്കിയുടെ ഉള്ളൊന്ന് പോകാൻ വേണ്ടിയിട്ട് അടച്ച് ഒരു 2-3 മിനിറ്റ് വെക്കാം. ഇപ്പൊ അടച്ച് മുള്ളങ്കി പോകാൻ വെച്ചിട്ട് ഏകദേശം 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പൊ പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചതും ഇട്ട് വീണ്ടും 2-3 മിനിറ്റ് വഴറ്റാം. ഇപ്പൊ തക്കാളിയും വഴറ്റിയിട്ടായിട്ടുണ്ട്. തക്കാളിന്റെ തൊലി ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് പാകം. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇത് ചൂടാറുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കണം. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും മുളകും വറുത്തെടുത്തത് ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇത് ആദ്യം പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇത് നന്നായി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും മുള്ളങ്കിയെല്ലാം വഴറ്റിയെടുത്തത് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് തേങ്ങ ചിരകിയത് ചേർക്കാം. കുറച്ച് പുളിവെള്ളം ചേർക്കാം. ഇത് പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വളരെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. വെള്ളം അധികം ചേർക്കേണ്ടത്, കുറച്ച് കട്ടിയായിട്ടുള്ള ചട്നിയാണ്. ഇതിന് നന്നായി അരച്ചെടുക്കാം. ഇപ്പോ എല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. ഒരു പാനില് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 2 നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് ചട്നിയിലേക്ക് ചേർക്കാം. നല്ല സൂപ്പർ ടേസ്റ്റില് മുള്ളങ്കി ചട്നി റെഡിയാണ്. കർണാടക സ്റ്റൈൽ റെഡ് ചട്നി. ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത്. നിങ്ങളെ വീട്ടിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന എണ്ണ ഏതായാലും എടുക്കാം. ഇതിലേക്ക് 2 പിരിയൽ മുളകിട്ട് ഫ്രൈ ചെയ്യാം. ഇതിപ്പം പിരിയൽ മുളക് മാത്രം ചേർത്താൽ എരിവ് കുറവായിരിക്കും. നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ സാധാ മുളക് കൂടി ആവശ്യത്തിന് ചേർക്കാം. ഇപ്പൊ മുളക് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഒരു പകുതി സവാള നീളത്തിൽ മുറിച്ചത്, വലിപ്പം കുറഞ്ഞ ഒരു തക്കാളി മുറിച്ചത്, ഇത് രണ്ടും കൂടെ ഇതിലേക്ക് ഇടാം. ഇതിനി കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഇതിപ്പോ വഴറ്റിയിട്ടായിട്ടുണ്ട്. ഇപ്പം ഉള്ളിയുടെ കളറ് ലൈറ്റ് ബ്രൗൺ നിറായിട്ടുണ്ട്. തക്കാളിയുടെ തൊലിയൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പാകം. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനി ചൂട് കുറയുമ്പം വേറെ കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കണം. വഴറ്റിയെടുത്തത് ഇപ്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ തക്കാളിയുടെ തൊലി മാറ്റിയിട്ടുണ്ട്. മുളക് 2-3 കഷ്ണാക്കിയിട്ടുണ്ട്. ഇതിനി അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു ചേർക്കാം. 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു ചേർക്കാം. ഒരു ചെറിയ ഉരുള പുളി ചേർക്കാം. പുളി നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിന്റെ ഒരു പകുതി ലെവലിന് വെള്ളം ഒഴിച്ചാൽ മതി. എല്ലാം കൂടെ നന്നായി അരച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കർണാടക സ്റ്റൈൽ റെഡ് ചട്നി റെഡിയാണ്. ഇതിനി ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇതിന്റെ കട്ടി ഇത്രക്കാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചിടണം. അതിന് അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം.
എണ്ണ ചൂടാവുമ്പോ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടാം. 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. 1-2 വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കടുക് പൊട്ടിക്കാം. ഇപ്പോ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് ചട്നിയിലേക്ക് ചേർക്കാം. ഇഞ്ചി ചട്നി ഉണ്ടാക്കാം. അടുപ്പത്ത് ഒരു പാനില് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ഇട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോ നല്ലെണ്ണ എടുത്തിട്ടുള്ളത്. നല്ലെണ്ണ ചെയ്താലായിരിക്കും ഇതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടല്. നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവര് വെളിച്ചെണ്ണ എടുക്കാം. കടലപ്പരിപ്പിന്റെയും ഉഴുന്നുപരിപ്പിന്റെയും കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി മുറിച്ചതും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് വീണ്ടും വഴറ്റാം. ഈ മുളകും കറിവേപ്പിലെല്ലാം വറുത്തിട്ടാവുമ്പം ഇത് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് ഇഞ്ചി മുറിച്ചതിട്ട് വറുത്തെടുക്കണം. ഞാനിവിടെ കുറച്ച് ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ പാനിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. വറുത്തിട്ടാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം. നേരത്തെ ഒഴിച്ച എണ്ണ ബാക്കിയുള്ളത് കുറവാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണ വേണം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോ ഇഞ്ചി വറുത്തിട്ടായിട്ടുണ്ട്. ഇതിന്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് തീ ഓഫ് ചെയ്ത് നേരത്തെ വറുത്തെടുത്തതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് ചൂടാറുമ്പോ മിക്സിയിൽ അരച്ചെടുക്കണം. വറുത്തെടുത്തതെല്ലാം ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ പുളിയും ശർക്കരയും ഒക്കെ ചേർത്ത് അരക്കണം. ആദ്യം ഇത് മാത്രം ഡ്രൈ ആയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ചേർക്കണം. ഇത് ഒരു ചെറിയ ഉള്ള പുളി കുറച്ച് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. കുറച്ച് ചേർത്തിട്ട് പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയത് ചേർക്കുന്നുണ്ട്. ശർക്കര ഉരുക്കിയതോ ശർക്കര പൊടിയോ ചേർക്കാം. അതും മധുരത്തിന് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ വീണ്ടും നന്നായി അരച്ചെടുക്കാം. ഇപ്പോ എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇത്ര കട്ടിക്കാന്ന് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്ര കട്ടി വേണ്ട നോക്കിയിട്ട് ആവശ്യത്തിന് പുളിവെള്ളമോ ശർക്കര പാനോ ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇത് കുറച്ച് കട്ടിക്കാ വേണ്ടത്. ചട്നി എല്ലാം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കടുക് താളിച്ച് ചേർക്കണം. ഒരു പാനില് എണ്ണ ഒഴിച്ച് ചൂടാക്കി 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് താളിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് ചട്നിയിലേക്ക് ചേർക്കാം.